കോഴിക്കോട്ട് കെ ടി ബിജിലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ സരോവരം വെറ്റ്ലാൻഡിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കഴിഞ്ഞ മാർച്ച് 2019 മാർച്ച് 24 കെ ടി ബിജിലിനെ കാണാതെ പോയി. കെ ടി ബിജിലിൻ്റെ സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ്, രഞ്ജിത്ത് ഇവർ ഒക്കെ 4 പേരും സരോവരത്തെ തണ്ണീർപ്പടത്തിനടുത്ത് നിന്ന് അവർ ലഹരി ഉപയോഗിക്കുമായിരുന്നു. ലഹരി ഇഞ്ചക്ട് ചെയ്താണ് അവർ കയറ്റുന്നത്. ഇവരൊന്നിച്ച് പഠിച്ചവരാണ്, ക്രിസ്ത്യൻ കോളേജിലൊക്കെ പഠിച്ചതാണ്. എന്നിട്ട് ITIക്ക് പോയി. ഇവർ ഇപ്പം ഡെയിലി ജോലിക്ക് പോവും, പെയിൻറ്റിങ്ങിന് പോവും, ഇലക്ട്രിക്കൽ വർക്കിന് പോവും. അങ്ങനെ സുഹൃത്തുക്കളാണ്. ജോലി കഴിഞ്ഞാൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ സരോവരത്തിൻ്റെ അവിടെ ഇരുന്ന് അവർ ലഹരി മരുന്ന് ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ മാർച്ച് 24 ഇഞ്ചക്ട് ചെയ്ത സമയത്ത് ബിജിൽ അബോധാവസ്ഥയിലേക്ക് പോയി. കാരണം ലഹരി വസ്തു കൂടുതൽ ശരീരത്തിൽ കയറിയുകൊണ്ട് അബോധാവസ്ഥയിലായി. ഈ കൂട്ടുകാരായ നിഖിലും ദീപേഷും രഞ്ജിത്തും ഇവനെ അവിടെ ഇട്ടിട്ട് പോയി. അടുത്ത ദിവസം രാവിലെ അവർ വന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ കിടപ്പുണ്ട്, അനക്കമില്ല, മരിച്ചു കിടക്കുന്നു. അവനെ അതിൻ്റെ അടുത്തുള്ള സരോവരം തണ്ണീർത്തടത്തിൽ ഇവനെ കെട്ടിത്താഴ്ത്തി. അത് കാരണം ഇവർ മർഡറാണ് ചെയ്തത്, അത് ഇവൻ തന്നെ നാച്ചുറലായിട്ട് മരിച്ചതാണോ എന്നൊന്നും ഒരു വലിയ വിവരമില്ല. പക്ഷേ 2019 മാർച്ച് 24 ശേഷം കെ ടി ജലീലിനെ കണ്ടിട്ടില്ല. കെ ടി ജലീലിൻ്റെ പിതാവ് കൂലിപ്പണിക്ക് പോകുന്നതാണ് വിജയൻ. അന്ന് തന്നെ അദ്ദേഹം എലന്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കഴിഞ്ഞ 6 വർഷമായി വിജയനും ആ മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ കെ ടി ബിജിൽ തിരിച്ചു വരും എന്ന് കരുതി പ്രതീക്ഷിച്ചിരുന്നു. അവർ സുഹൃത്ത് നിഖിലിനും ദീപേഷിൻ്റെ അടുത്തും രഞ്ജിത്തിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പം അവർക്ക് വലിയ വിവരമില്ല. സരോവരത്ത് ആ പാർക്കിൻ്റെ അവിടെ വെച്ച് കണ്ടു, പിന്നെ അവനെ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിൽ. അവിടെ മരിച്ചു കിടക്കുമ്പം ഒരു 2 വീലർ അവൻ്റെ ഉണ്ടായിരുന്നു. ഇവർ ആ 2 വീലർ എടുത്തു പോയിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കൊണ്ട് വെച്ചു. ഒരു മോശ വിചാരം തന്നെയാണത്. കാരണം പോലീസ് അന്വേഷണം കണ്ട് അവിടുന്ന് അത് 2 വീലർ കണ്ടെടുക്കുമ്പോൾ അവൻ ട്രെയിൻ കയറി എവിടെയോ പോയി എന്നൊരു ധാരണ വരുത്താൻ. വീട്ടിലെ അവൻ്റെ വിജയൻ പറഞ്ഞ, അല്ലെങ്കിൽ വിജിലിൻ്റെ ഫാദർ വിജയന് ഈ കൂട്ടുകാരോട് ചോദിക്കുമ്പം അവൻ വരുമായിരിക്കും, അവന് എവിടെയെങ്കിലും പോയതായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളാണ് അവർ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം അവർ പതുക്കി വെച്ചു, അല്ലെങ്കിൽ മറച്ചു വെച്ചു. ഇന്നുവരെ ആ വിവരം പറഞ്ഞുമില്ല. ഏതായാലും 6 വർഷം നടക്കി. ഇപ്പോൾ ഒരു പുതിയ SHO അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ മിസ്സിംഗ് കേസിനെ പറ്റി കൂടുതൽ അന്വേഷണം നടത്തി, കൂട്ടുകാരെ വിളിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ അവരുള്ള സംഭവങ്ങൾ പറഞ്ഞു. അവിടെ കെട്ടിത്താഴ്ത്തിയിട്ടുണ്ട്, സരോവരം എന്ന് പറഞ്ഞാൽ തണ്ണീർ തടത്തിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന് അവരെ ചോദ്യം ചെയ്തപ്പം അതിനകത്ത് പറഞ്ഞതിൽ വിശ്വാസയോഗ്യമായ കാര്യമാണ് എന്ന് തോന്നിയുകൊണ്ട് ആ തണ്ണീർത്തടം അത് മുഴുവൻ ചെളി പിടിച്ച് കിടക്കുകയാണ്. അത് മുഴുവൻ വാരിക്കോരി കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് JCB കൊണ്ടുവന്ന് ആ SHOയും ആ സ്പോട്ടിൽ നിന്ന് വാരിക്കൂടുന്നതിനെ സഹായിക്കാനുണ്ടായിരുന്നു. ആദ്യം 2-3 ദിവസം ചെയ്തു കഴിഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. എങ്കിലും വീണ്ടും അവിടെ ആ യജ്ഞം തുടർന്നു. SHO 2 ദിവസം മുമ്പ് ആ ചെളിക്കൂമ്പാരത്തിൽ നിന്ന് അവിടുന്ന് അല്പം മാറി 2 ഷൂ കിട്ടി. അത് വിജിലിൻ്റെ ആണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഡെഡ് ബോഡി ഉണ്ടാകുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിജിലിൻ്റെ നിന്ന് സംശയിക്കുന്ന സ്കെലിറ്റൻ്റെ ചില ഭാഗങ്ങൾ, തലയോട്ടിയുടെ ഒരു പകുതി ഭാഗം, മുകളറ്റം, ഒരു കൈയുടെ മുഴുവൻ ഭാഗങ്ങളും, പക്ഷേ അതിൻ്റെ വിരലുകളൊന്നുമില്ല. അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള അസ്ഥി കഷ്ണങ്ങൾ അവിടുന്ന് കണ്ടെത്തി. ഫോറൻസിക് വിഭാഗം എക്സ്പെർട്ട് അവിടെ വരുത്തി അത് ഐഡൻറ്റിഫൈ ചെയ്തു. അത് മനുഷ്യൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളാണെന്ന് ഇപ്പം പറഞ്ഞു. ഇനി ആ എല്ല് അത് DNA പരിശോധനയ്ക്ക് അയക്കണം. അത് വിജിലിൻ്റെ തന്നെയാണെന്ന് സ്ഥിരപ്പെടുത്തണം. അവരുടെ വീട്ടുകാരുടെയും അവരുടെ വിജിലിൻ്റെ ഫാദർ വിജയൻ്റെയും ബന്ധുക്കളുടെയൊക്കെ ബ്ലഡ് എടുക്കണം. തീർച്ചയായിട്ടും
ആ പരിശോധനയിൽ ഈ എല്ലും കഷ്ണം അത് വിജിലിൻ്റെ ആണ് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. ഏതായാലും പ്രതികൾ പറഞ്ഞതനുസരിച്ച് അവിടുന്ന് ആ ചെളിക്കൂമ്പാരത്ത് നിന്ന് കണ്ടെടുത്ത ഷൂവും അതുപോലെ തന്നെ എല്ലും കഷ്ണവും തലയുടെ മുകൾ ഭാഗവും ഒക്കെ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ഭാഗങ്ങൾ തന്നെ എന്ന് ഫോറൻസിക് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 2019 മാർച്ച് 24, ഏകദേശം 6 വർഷം മുമ്പ് ആ കൂട്ടുകാർ ഇയാളെ കെട്ടിത്താഴ്ത്തി അവിടെ വെട്ടുകല്ല്, വലിയ 2 വെട്ടുകല്ലിൽ ഈ ഡെഡ് ബോഡി അവിടെ ചാക്കിനകത്ത് തുണിക്കകത്ത് പൊതിഞ്ഞ് അത് വെട്ടുകല്ല് വെച്ച് കെട്ടി അവർ ആ ചതുപ്പ് പ്രദേശത്ത് ചവിട്ടി താഴ്ത്തുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞ മൊഴി. അതൊരു കൊലപാതകം നടത്തിയിട്ടാണോ, അവർ പേടിച്ചിട്ട്, അതല്ലെങ്കിൽ ആ ലഹരി പദാർത്ഥം ഒന്നിച്ചിരുന്ന് കഴിച്ച് അതിൽ അബോധാവസ്ഥയായി മരണപ്പെട്ടതാണോ എന്നതിനെ പറ്റിയും, അതുപോലെ ഇവർ മറ്റു രീതിയിലെങ്കിലും അവനെ ബലം പ്രയോഗിച്ച് വല്ലതും കൊന്നതാണോ, അങ്ങനെയാണെങ്കിൽ മോട്ടീവ് എന്ത്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ ഇനി പിറവന്തൂർ എലന്തൂർ പോലീസ് സ്റ്റേഷനിലെ ആ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ തലയോട്ടിയുടെ ഒരു ഭാഗം, പ്രത്യേകിച്ച് തലയുടെ മുകൾ ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും മിക്കവാറും ആ വിജിലിൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ എല്ലും കഷ്ണങ്ങളിൽ ഭൂരിപക്ഷവും ഓരോന്നോരോന്ന് കണ്ടെത്തിയെന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതിനകത്ത് 2 പ്രതികളെ, നിഖിലിനെയും ദീപേഷിനെയും കൂട്ടുകാരെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വാങ്ങി. അവർ കാണിച്ചു തന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വേസ്റ്റുകൾ മുഴുവൻ വാരിക്കൂട്ടി ഈ കേസിൻ്റെ തെളിവുകളിലേക്കായി ചില പദാർത്ഥങ്ങൾ, ചില സാധനങ്ങൾ, ചില മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി. ഷൂ കണ്ടെത്തിയിട്ടുണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും മറ്റാരുടെ മൃതദേഹമല്ല ഇത്, വിജിലിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം തന്നെ എന്നാണ് പ്രാഥമികമായ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവാകുന്നത്. ഏതായാലും രഞ്ജിത്ത് ഇവൻ ലഭിച്ചിട്ടില്ല. രഞ്ജിത്ത് ഒളിവിൽ പോയി. അയാൾ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. അയാൾ എവിടെയാണെന്നും അറിയത്തില്ല. എങ്കിലും അയാളെ അവിടെ കസ്റ്റഡി എടുക്കേണ്ടി വരും. ഇതിനകത്ത് സംശയാസ്പദമായ ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് കൂട്ടുകാരെ മരിച്ചിട്ട് അവർ അത് വീട്ടുകാരെ അറിയിച്ചില്ല, വീട്ടുകാരെ സഹായത്തോടെ ഹോസ്പിറ്റലിലോട്ട് മാറ്റായിരുന്നു, ഇതുപോലുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് അവർ ചവിട്ടി താഴ്ത്തിയത്, അത് ഇതിനകത്ത് സംശയാസ്പദമാണ്. എന്തിനാണ് അയാളുടെ 2 വീലർ എടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചത്, അവിടുന്ന് അയാൾ എങ്ങോട്ടോ പോയി എന്ന് വരുത്തി തീർക്കാനല്ലേ? അപ്പോൾ അവർക്ക് ചില മോട്ടീവുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്, ഈ ശവം അല്ലെങ്കിൽ ഡെഡ് ബോഡി അവർ മറവ് ചെയ്തത്? അതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അവർ ഓണസ്റ്റായിട്ട് അവർക്ക് അതിനകത്തൊരു പങ്കുമില്ലെങ്കിൽ ലഹരി അമിതമായി കഴിച്ചു എന്നല്ലേ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലേ മരണപ്പെട്ടത് എന്ന് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നു. ഇത് ദുരുദ്ദേശപരമായ 6 വർഷമായിട്ട് അവർ ഈ സംഭവങ്ങൾ ഒളിച്ചു വെച്ച് അവർ ആ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ഒളിച്ചു വെച്ചു. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന SHO ചോദ്യം ചെയ്തപ്പോഴാണ് ഇതെല്ലാം വെളിയിലോട്ട് വന്നത്. ഏതായാലും നല്ലൊരു ഡിറ്റക്ഷൻ തന്നെയാണ് പോലീസിൻ്റെ. ആ SHOയെ, അവിടുത്തെ ടീമിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. ആ SHO ആ സരോവരത്തിലെ ആ തണ്ണീർത്തടത്തിലെ അകത്ത് മറ്റ് ജോലിക്കാരോടൊപ്പം നിന്ന് ഇയാളും യൂണിഫോം ഇട്ട് അയാൾ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ സ്റ്റെപ്പും നടത്തുന്നത് കണ്ടപ്പം അത് വലിയ അപ്രിസിയേഷൻ നമുക്കൊക്കെ തോന്നി. അങ്ങനെയാണ് ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. അതിന് കൂടെ നിന്ന് ആ എഫർട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ ആളുടെ സ്കെലിറ്റനും ഭൂരിഭാഗവും കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ചെളിക്കുമ്പാരത്തിലെ JCB ഇറക്കി അത് വാരിക്കോരി കരക്കെറിഞ്ഞ് അതിനുശേഷം ഫ്രഷായിട്ട് അവിടെ വെള്ളം അടിച്ചിട്ട് കുറേ ചെളിയെല്ലാം ഒഴുക്കി വിട്ട ശേഷമാണ് ആ സാധനങ്ങൾ കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞത് എന്നാണ് ഇപ്പം വരുന്നത്. എന്തായാലും കേരള പോലീസിലെ നല്ലൊരു പോലീസ് ഓഫീസറായി നല്ലൊരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡിറ്റക്ഷൻ മേലിലും മുന്നോട്ടുള്ള പ്രയാണത്തിലും അദ്ദേഹം നടത്തട്ടെ, അദ്ദേഹം ടീം നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആ കാര്യത്തെ പറ്റി അവരെ ഒരിക്കൽ കൂടി എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടും കേരള പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു ഡിറ്റക്ഷൻ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അംഗീകരിക്കും, അല്ലെങ്കിൽ കോടതി അംഗീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.